ഹലോ. അപ്പോൾ ഇന്നത്തെ മാംഗല്യം സീരിയലിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ആണ്. ഇന്നത്തെ ദിവസത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവന്തികയുടെ ബെഡ്റൂമിൽ നിന്ന് നമ്മുടെ അച്ചു പോയി ഒരു അടിച്ചിറക്കലാണ് നടത്തുന്നത്. ആ അടിച്ചിറക്കൽ എന്ന് പറയുന്നത് ആരെയാന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇന്ന് അവന്തികയ്ക്ക് അടിയുടെ മേൽ അടിയാണെന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു കാര്യം. അവന്തിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഞാനൂലിനെ പോലെ ഇരിക്കുന്ന അർച്ചന ഇങ്ങനെയൊക്കെ തല പൊക്കും എന്നുള്ളത് അവന്തിക്ക് ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം അവന്തികേനെ ഏത് രീതിയിലും നേരിടാൻ തയ്യാറായി നിൽക്കുന്ന അച്ചുവിനെ കണ്ട് അവന്തിക ഞെട്ടിയിരിക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ കാണാം. ഇന്ന് അങ്ങനെ എപ്പിസോഡ് തുടങ്ങുന്നു. എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്കും ആദ്യം തന്നെ സച്ചി സന്ധ്യയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അതായത് എന്തുകൊണ്ടാണ് അർച്ചന ഒരിക്കലും അമ്മയാവത്തില്ല എന്ന് അറിഞ്ഞിട്ടും ആ സത്യങ്ങളെല്ലാം കമലയും എല്ലാവരും സച്ചിയോടും കുടുംബത്തിനോടും പറഞ്ഞിട്ട് വേണം വിവാഹത്തിലേക്ക് പോകാനെന്ന് പറഞ്ഞിട്ടും അതൊന്നുമേ പറയണ്ട, ഞാനെല്ലാം നോക്കിക്കോളാം എന്ന് അവർക്ക് വാക്കുകൊടുത്ത് അവരെയും ചതിച്ച് അവരോടും എല്ലാം ഒളിച്ചു വെക്കാനായിട്ട് അവരെയും പ്രേരിപ്പിച്ച് എന്തിനാണ് അവന്തിക ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ടും സച്ചിക്ക് ഇങ്ങനെ ഒരു വിവാഹം കഴിപ്പിച്ച് വെച്ച് തന്നത്? അച്ചു ഇങ്ങനെ ആണെന്ന് അറിഞ്ഞിട്ടും മനഃപൂർവ്വം ഇതെല്ലാം മറച്ചു വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു വിവാഹം നടത്തിയതും ഈ നടത്താൻ വേണ്ടി ഇങ്ങനെ മുൻകൈയിട്ട് നിന്നതും എന്തിനാന്ന് എനിക്ക് അന്നും മനസ്സിലായിട്ടില്ല, ഇന്നും മനസ്സിലായിട്ടില്ല എന്ന് സച്ചിയോട് ആര് പറയുവാണ്? നമ്മുടെ സന്ധ്യ പറയുവാണ്. അപ്പം ഇതെല്ലാം കേട്ട് സച്ചിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അവന്തിക ഏട്ടത്തി എന്ന് പറയുന്ന ഏട്ടത്തിയല്ല, ഏട്ടത്തി അമ്മയാണ്, യഥാർത്ഥത്തിൽ അമ്മ തന്നെയാണ്. ആ അമ്മ എന്ന സ്ഥാനത്ത് ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ ഇവർ കാണിച്ചു എന്നൊരു ആശങ്ക സച്ചിയുടെ മുഖത്ത് കാണാനുണ്ട്. അതിനൊപ്പം തന്നെ ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ടാണോ ഏട്ടത്തി അന്ന് മസാല ദോശയൊന്നും കഴിക്കാൻ നിനക്ക് യോഗമില്ല എന്നൊക്കെ പറഞ്ഞതൊക്കെ എന്നുള്ള ആ ഒരു മുഖഭാവമൊക്കെ സച്ചിയുടെ മനസ്സിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ സന്ധ്യ പറയുന്നുണ്ട്, ഇതൊന്നും സച്ചി അറിഞ്ഞായിട്ട് ഒരിക്കലും നമ്മുടെ അച്ചുവിന് അറിയില്ല. കാരണം അവൾക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. അച്ചു നിന്നെ വളരെയധികം സ്നേഹിക്കുന്നു. അപ്പം ആ പാവത്തിനെ ഒരിക്കലും നീ വേദനിപ്പിക്കല്ല എന്ന് സന്ധ്യ സച്ചിയോട് പറയുന്നു. അതുപോലെ തന്നെ അച്ചുവിൻ്റെ വീട്ടുകാരും ഇതൊന്നും സച്ചി അറിഞ്ഞെന്ന് അറിയില്ല. കാരണം അവർക്കും അത് വളരെ വിഷമമാവും. കാരണം അവർ വിചാരിക്കും ഞങ്ങൾ ചതിച്ചു എന്നൊക്കെ സച്ചി തെറ്റിദ്ധരിക്കും എന്നുള്ള കാര്യത്തിനകത്ത് അവർക്കൊരു സങ്കടം വേണ്ട. അതുകൊണ്ട് അവർക്കൊക്കെ സ്നേഹിക്കാൻ മാത്രമായിരുന്ന പാവങ്ങളാണ് അവർ. പക്ഷേ അവന്തികയുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലായിട്ടില്ല സച്ചി എന്ന് പറയുന്നു. അങ്ങനെ സച്ചി ഇതൊക്കെ ആലോചിച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നു. അതാണ് അവിടുത്തെ ഫസ്റ്റ് സീൻ. പിന്നെ കാണിക്കുന്നത് നെല്ലിശ്ശേരി അസോസിയേറ്റ്സിൻ്റെ കമ്പനിയാണ് കാണിക്കുന്നത്. ഇന്നൊരു കമ്പനി നമ്മൾ കണ്ടിട്ടില്ല. അന്ന് കമ്പനി നല്ലൊരു വലിയൊരു ഓഫീസായിട്ടൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം അതിനകത്ത് നമ്മുടെ അവന്തികയുടെ കാമുകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനുഷ് എന്ന് പറഞ്ഞ ആ ഒരു അവനാണ് ആ നിൽക്കുന്നത്. അവൻ എന്ത് ചെയ്യുവാണ്, അവനിങ്ങനെ ആലോചന നിൽക്കുന്നത്. അവന്തിക പറഞ്ഞല്ലേ നമ്മുടെ കുഞ്ഞിനെ അർച്ചനയും അർച്ചനയുടെ അനിയത്തിയും കൂടെയാണ് മനഃപൂർവ്വം ഇല്ലാതാക്കിയെന്ന് പറഞ്ഞതിനെക്കുറിച്ചും പണ്ട് എൻ്റെ അച്ഛനെ കൊന്നു ഇപ്പം നമ്മുടെ കുട്ടിയെ ഇല്ലാതാക്കിയെന്ന് പറഞ്ഞ അവന്തിക അന്ന് ഒരു ഡ്രാമ ധനുഷിനെ മുന്നിൽ പറഞ്ഞില്ലേ, ആ ഡ്രാമയാണ് ധനുഷ് യഥാർത്ഥത്തിൽ ആലോചിക്കുന്നത്. ധനുഷിന് പക്ഷേ അതൊരു വികാരം കൊള്ളുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവന്തിക പറഞ്ഞ സത്യമാണെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ധനുഷിൻ്റെ മുഖഭാവം ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ധനുഷ് എന്ത് ചെയ്യുന്നുണ്ട്, ഫോൺ ചെയ്യുന്നുണ്ട്. ആർക്കാണ്? അവന്തികയാണ് കോൾ ചെയ്യുന്നത്. അപ്പോൾ അവന്തിക എടുത്തിട്ട് അവന്തിക അത്ര നല്ല ടേംസിനകത്തല്ല സംസാരിക്കുന്നത്. അവന്തിക പറയുന്നുണ്ട്, ഇപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വിളിക്കാനൊക്കെ കണ്ട് എന്ന് പറഞ്ഞിട്ട് അവന്തിക തട്ടിക്കയറി തന്നെ സംസാരിക്കണം. ഞാൻ പറഞ്ഞില്ല, അവന്തിക അത്ര ടേംസിനകത്തൊന്നും അല്ല ധനുഷിനോട് സംസാരിക്കുന്ന ഇന്ന ദിവസം. അപ്പോഴത്തേക്കും അവന്തിക്ക് ദേഷ്യങ്ങളുണ്ട്. കാരണം താൻ ചെയ്തത് ശരിയാണോന്നും അറിയാത്തതിൻ്റെ ഒരു കൺഫ്യൂഷനൊക്കെയാണ് അവന്തികയുടെ മനസ്സിനകത്തുള്ളത്. അപ്പം ധനുഷ് ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഫോണൊന്നും ഇങ്ങോട്ടേക്ക് കണ്ടില്ലല്ലോ അവന്തികയെ പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ ഫോണിൽ നിന്ന് മാത്രമല്ല അങ്ങോട്ടേക്ക് കോൾ വരുന്നത്, നിൻ്റെ ഫോണിൽ നിന്നും ഇങ്ങോട്ടേക്ക് വിളിച്ചാൽ ഫോണൊക്കെ കിട്ടും എന്നൊക്കെ അവന്തിക പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് ധനുഷിന് ഇതെന്താ ഇവളിങ്ങനെ സംസാരിക്കുന്നത്? ധനുഷ് ചോദിക്കുക, എൻ്റെ അടുത്ത് ദേഷ്യമാണോ, എൻ്റെ അടുത്ത് പിണക്കമാണെന്നൊക്കെ ചോദിക്കുന്നത്. എനിക്കെന്തിനാ ദേഷ്യവും പിണക്കത്തിൻ്റെയൊക്കെ കാര്യമുള്ളത്? ഞാനവിടെ ചുമ്മാ ഒന്നും പോയി കിടന്നതല്ല. നമ്മുടെ രണ്ടുപേരെയും തന്നെ കുട്ടി നഷ്ടപ്പെട്ടിട്ടാണ് പോയി കിടന്നത്. അല്ല എൻ്റെ മാത്രമല്ല. ഇത്രയൊക്കെ ഉള്ളൂ നിൻ്റെ ഉത്തരവാദിത്തം, ഇത്രയൊക്കെ ഉള്ളൂ നിൻ്റെ സ്നേഹം എന്നൊക്കെ എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. നിൻ്റെ കാര്യം പറഞ്ഞ് എൻ്റെ അനിയത്തി ഇവിടെ എൻ്റെ അടുത്ത് സർവ്വസമയം വഴക്കുമായി. അവൾക്ക് എന്നെ കാണുമ്പം തന്നെ അത്രയ്ക്ക് ദേഷ്യമാണ്. നിന്നെ കാരണം പറഞ്ഞ് ഞാൻ അവളടുത്ത് വെറുതെ വാ കൊടുക്കേണ്ട വന്നു. ഞങ്ങൾ തമ്മിൽ ഇന്ന് വരെ തെറ്റിയിട്ടില്ലാത്ത ഞങ്ങൾ പോലും തെറ്റി. നിനക്ക് വേണ്ടി ഇതൊക്കെ ഞാൻ ചെയ്തിട്ടും നീ ഇങ്ങനെയൊക്കെ മാത്രമല്ലേ ഉള്ളൂ നിനക്ക് എൻ്റെ അടുത്ത് സ്നേഹം എന്നൊക്കെ എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഞാൻ അത്ര ഒന്നും മനസ്സിലാവാത്ത ആളൊന്നും അല്ല എന്നൊക്കെ അവന്തിക പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട്, നീ അങ്ങനൊന്നും പറയാതെ, നഷ്ടപ്പെട്ട നിൻ്റെ കുഞ്ഞ് മാത്രമല്ല നമ്മുടെ കുഞ്ഞാന്നുള്ള കാര്യം എനിക്കറിയാം എന്നൊക്കെ ധനുഷ് അവന്തികയെ പാസിഫൈ ചെയ്യാൻ വേണ്ടി സംസാരിക്കുന്നുണ്ട്. പക്ഷേ അവന്തിക അതിനകത്തൊന്നും ടേംസിനകത്ത് നിൽക്കാതെ അവന്തിക പറയുന്നുണ്ട്, ഇപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ മാത്രം കുഞ്ഞാന്നുള്ള രീതിയിലാണ് നിൻ്റെയൊക്കെ പെരുമാറ്റം. എന്നാലും കൊള്ളാം, ഞാൻ ഇങ്ങനെയൊന്നുമല്ല നിന്നെക്കുറിച്ച് വിചാരിച്ചെന്നൊക്കെ അവന്തിക ധനുഷിനടുത്ത് പറയുമ്പോഴത്തേക്കും ധനുഷ് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നുമല്ല അവന്തിക, നിനക്ക് നിൻ്റെ സങ്കടം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ
ഇവരിങ്ങനെ സംസാരിച്ച് തന്നെ മുഷിയുമ്പോഴത്തേക്കും അവന്തിക പറയുവാണ്, നിന്നെ കാരണം ഞാനിങ്ങനെ എൻ്റെ അനിയത്തിടത്തും വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടും നിനക്ക് എൻ്റെ അടുത്ത് ഇത്രയൊക്കെ ഉള്ളൂ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും നിൽക്കത്തില്ലായിരുന്നു. ആദ്യത്തെ എൻ്റെ തെറ്റ് തന്നെ നിന്നെയൊക്കെ ഇഷ്ടപ്പെടാൻ പോയതും നിന്നെയൊക്കെ സ്നേഹിക്കാൻ പോയതാണ് എൻ്റെ ഏറ്റവും വലിയ തെറ്റ്. അതെനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ധനുഷ് എന്താണ് ഒരുമാതിരി വല്ലാണ്ടാവുന്നുണ്ട്. കാരണം അവന്തിക എന്താ ഇങ്ങനെയൊക്കെ ഒരു ഹിസ്റ്റീരിക്കായിട്ട് സംസാരിക്കുന്നുള്ള രീതിക്കകത്ത്. എന്നിട്ട് അവന്തിക പറയുവാണ്, ഇനി നമ്മൾ രണ്ടുപേരും തമ്മിൽ ഇപ്പം സംസാരിച്ചാൽ ഒരിക്കലും ശരിയാകത്തില്ല ധനുഷ്, ഞാൻ ഈ ഫോൺ വെക്കുവാണ്. കാരണം ഇപ്പം നമ്മൾ സംസാരിച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് തമ്മിൽ വഴക്കാവും, പിന്നെ ഒരിക്കലും സംസാരിക്കാൻ കഴിയാത്ത രീതിയിലായി പോകും നമ്മുടെ ബന്ധം. അതുകൊണ്ട് ഞാൻ ഇപ്പോഴത്തേക്ക് വെക്കുമോ, നീ വെച്ചിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുവാണ്. അതും കഴിഞ്ഞിട്ട് അവന്തിക്ക് അവിടെ തന്നെ ഇരുന്ന് ഈ ആലോചിക്കുവാണ്. പിന്നെ അങ്ങനെ അങ്ങ് പോകുമ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്നത് മുറ്റത്ത് എന്താണ് ഗാർഡനകത്ത് സ്നേഹ എന്താണ് ഓസ് കൊണ്ട് എന്താണ് എല്ലാ ചെടികൾക്കും വാട്ടർ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതായത് എല്ലാം വെള്ളം ഒഴിച്ച് ചെടികളെ നനയ്ക്കുന്നത്. അപ്പോഴത്തേക്കും ധനുഷ് എന്ത് ചെയ്യുവാണ്, ബൈക്കിനകത്ത് നേരെ നെല്ലിശ്ശേരി വീട്ടിലേക്ക് വരുവാണ്. അപ്പം ധനുഷ് വന്നതിന് എന്താണ് ഈ നമ്മുടെ എന്താണ് സ്നേഹ കണ്ടു. അപ്പോൾ സ്നേഹ എന്താണ് ധനുഷിനെ കണ്ടു. പക്ഷേ ധനുഷിനെ ഇങ്ങനെ രസകരമായി തന്നെ സ്നേഹം നോക്കിക്കുന്നു. നമുക്ക് തോന്നും സ്നേഹം നോക്കുന്നുണ്ട, സ്നേഹയ്ക്ക് ധനുഷിനോട് ചെറിയൊരു ക്രഷൊക്കെ തോന്നുന്നുണ്ടോ എന്ന് നമുക്കൊരു ഡൗട്ട് തോന്നും. ആ രീതിയിലൊരു നോട്ടമായിട്ട് സ്നേഹ അവിടെ നിൽക്കുന്നു. അപ്പം ധനുഷ് പക്ഷേ സ്നേഹം നിൽക്കുന്നത് കണ്ടില്ല. ധനുഷ് നേരെ എന്താണ് അവിടെ നിന്നിട്ട് അവന്തികയെ വിളിച്ചിട്ട് പറയുവാണ്, നമുക്ക് നേരിട്ട് മീറ്റ് ചെയ്യാം, അപ്പോഴത്തേക്ക് മീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ പ്രശ്നവും നിൻ്റെ പരിഭവമൊക്കെ തീരും. അപ്പം അവന്തിക പറയുന്നുണ്ട്, അപ്പം നമുക്ക് എവിടെ വെച്ച് മീറ്റ് ചെയ്യാം, ഞാൻ പണ്ട് മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ വന്നാൽ മതി, എപ്പോഴും മീറ്റ് ചെയ്യുന്ന അടുത്തതിന് വരാൻ എന്ന് പറയുന്നു. അപ്പം പറയുന്നത്, നീ അതൊന്നും വരണ്ട, ഞാൻ തന്നെ ഇപ്പം നിനക്കൊരു സർപ്രൈസ് തരുമെന്ന് പറഞ്ഞിട്ട് നേരെ ഇവൻ എന്താണ് നേരെ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും കറക്റ്റ് സ്നേഹ വരുന്നു. എന്താ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ആരാന്ന് മനസ്സിലായോ, മനസ്സിലായി ധനുഷല്ലേ എന്ന് എനിക്കറിയാമെന്നൊക്കെ പറയുന്നു. അപ്പം ഞാൻ എന്തിനാ വന്നത് ഇവിടെ ചോദിക്കുമ്പോഴത്തേക്കും, അത് ഞാൻ നന്ദൻ സാറിനെ കൊണ്ട് ഒരു ഫയൽ ഒപ്പിടിക്കാനുണ്ടായിരുന്നു, അപ്പം അതുകൊണ്ടാണ് വന്നത്. അർജൻറ്റാണോ? നന്ദൻ സാർ അതിന് ഇവിടെ ഇല്ലല്ലോ, ഏട്ടൻ ഇവിടെ ഇല്ല, ഏട്ടൻ പുറത്ത് പോയിരിക്കോ, വരാൻ താമസിക്കുന്നുണ്ട്. അയ്യോ അത് സാരമില്ല, എത്ര നേരമായാലും ഞാൻ ഇവിടെ ഇരുന്ന് ഈ ഫയലൊക്കെ സൈൻ ചെയ്തിട്ട് പോയിക്കോളാം. അപ്പം പറയുമ്പോഴത്തേക്കും സ്നേഹം പറയുന്നത്, എന്നാൽ പിന്നെ അകത്തേക്ക് കയറിയിരിക്കുക എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വിളിച്ചിരുത്തുന്നു. അങ്ങനെ അകത്തേക്ക് ഇരിക്കുമ്പോഴത്തേക്കും അവർ ഡ്രോയിങ് റൂമിനകത്താണ് ഇരിക്കുന്നത്. അങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും എന്താണ് ഇവൻ ധനുഷ് എന്ന് പറയുന്നവൻ എന്താണ് സ്നേഹമായിട്ട് നന്നായിട്ട് ഫ്ലിർട്ട് ചെയ്യാൻ നോക്കുവാണ്. ഫ്ലിർട്ട് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും സ്നേഹത്തെ പറയുന്നുണ്ട്, ഞാൻ സ്നേഹയുടെ വലിയൊരു ഫാനാണ് യഥാർത്ഥത്തിൽ. കാരണം സ്നേഹയുടെ എന്താണ് സോഷ്യൽ മീഡിയയിലെ പോസ്റ്റൊക്കെ ഞാൻ കാണാറുണ്ട്. ആ സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട് എന്താണ് വെറുതെ ഇരിക്കുമ്പം ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ട് ആ പോസ്റ്റൊക്കെ കാണാൻ എന്തൊരു മനോഹരമാണ്. ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള വീഡിയോസൊക്കെ സ്നേഹ ഇടുന്ന കാണാൻ ഭയങ്കര രസം. ഞാൻ സ്നേഹയുടെ വലിയൊരു ഫാനാണ്. ചുമ്മാ എന്നൊക്കെ പറഞ്ഞ് സ്നേഹയും പറയുന്നുണ്ട്. സ്നേഹയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടു, സ്നേഹയ്ക്ക് അങ്ങ് സ്തുതിച്ചു. കാരണം സ്നേഹനെ അവൻ ട്രാപ്പ് ചെയ്യുവാണ് യഥാർത്ഥത്തിൽ. സ്നേഹയ്ക്ക് വേണ്ടിയിട്ട് ഒരു വല വിരിച്ചു കഴിഞ്ഞു ധനുഷ് ഇന്നത്തെ എപ്പിസോഡിനകത്ത്. അപ്പം അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടു. പക്ഷേ ഇതൊന്നും അറിഞ്ഞിട്ടില്ല അവന്തിക. സ്നേഹമായിട്ട് ഇങ്ങനത്തെ ഈ സംസാരിച്ചതോ ഇങ്ങനത്തെ ഫ്ലിർട്ട് ചെയ്തതോ ഒന്നും അവന്തിക ഇതുവരെ അറിഞ്ഞിട്ടില്ല. ധനുഷ് തന്നെയാണ് ഈ ഒരു കാര്യത്തിൻ്റെ പ്ലാനൊക്കെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ചെയ്ത് അങ്ങനെ സ്നേഹയ്ക്കും ഒരു ചെറിയ ബ്ലഷിംഗ് ഒക്കെ വരുന്നുണ്ട്, ഒരു ചെറിയ നാണമൊക്കെ വരുന്നുണ്ട്. അപ്പം ധനുഷ് സംസാരിക്കുന്നതൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെ എന്താണ് രണ്ടുപേരും സംസാരിച്ച ശേഷം എന്താണ് സ്നേഹം എന്നാൽ പിന്നെ അയ്യോ എൻ്റെ ചെടിക്ക് ഞാൻ വെള്ളം ഒഴിക്കുന്ന മറന്നുപോയി എന്ന് പറയുമ്പോഴത്തേക്കും എന്നാൽ പിന്നെ പോയി പയ്യെ ചെടിക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊക്കെ പിന്നെ സ്നേഹം വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ധനുഷ് എന്താ സ്നേഹം അവിടെ നിന്ന് പറഞ്ഞു വിടുമോ. സ്നേഹം അവിടെ നിന്ന് പോകുന്ന ഗ്യാപ്പിനകത്ത് ധനുഷ് നേരെ എന്താണ് അവന്തികയുടെ ബെഡ്റൂമിലേക്ക് കയറുവാണ്. അവന്തികയുടെ ബെഡ്റൂമിലേക്ക് കയറി ആ ഡോർ അങ്ങ് ചാരി വെച്ചിട്ട് ധനുഷ് എന്താണ് പോയി അവിടെ ബെഡിനകത്ത് അങ്ങ് അവന്തിക ഇരിപ്പുണ്ടായിരുന്നു. ബെഡിനകത്ത് അവന്തിക ഒരു ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞിരിക്കുന്നു. ധനുഷും അവിടെ പോയി എന്താണ് അവിടെ അവന്തിക എടുത്ത് ഇരുന്നിട്ട് ഭൂ എന്ന് പറഞ്ഞിട്ട് അവന്തിക അങ്ങ് പേടിപ്പിക്കാൻ നോക്കി. അപ്പോഴത്തേക്ക് അവന്തികയ്ക്ക് എന്താണ് ഭയങ്കര സർപ്രൈസ് നെട്ടലും. പക്ഷേ എന്താണ് അതിൻ്റെ ആ ഒരു സന്തോഷം അവന്തിക മുഖത്ത് ആദ്യം കാണിച്ചില്ല. അപ്പം പിന്നെ എന്താണെന്നറിയാം, ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് അവർക്ക് തമ്മിൽ ഒരു ഇഷ്യൂ എന്ന രീതിക്കകത്ത് അവിടെ വരുവാണ്. അപ്പോഴത്തേക്കും ധനുഷ് പറയാം, എന്നാൽ പിന്നെ എന്നെ കാണാൻ താല്പര്യമില്ലാത്തവരുടെ കൂടെ ഞാൻ നിൽക്കുന്നില്ല, ഞാൻ നിനക്ക് ഒരു സർപ്രൈസ് ആവട്ടെ, നിനക്കൊരു സന്തോഷമാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഇത്രയും റിസ്ക് എടുത്ത് ഇവിടെയൊക്കെ വന്നത്. എന്നിട്ട് പോലും നിനക്ക് ഇതാണ് നിൻ്റെ മൈൻഡില്ലാത്ത ഭാവമെങ്കിൽ എന്നെ കാണാൻ ഒട്ടും താല്പര്യമില്ലാത്തവരുടെ അടുത്ത് ഞാൻ നിൽക്കുന്നില്ല, ഞാൻ പോയി കളയുമെന്ന് പറഞ്ഞിട്ട് ധനുഷ് പോകാൻ പോകുമ്പം അവത്തി കയറി ധനുഷിൻ്റെ കൈ പിടിച്ചിട്ട് സോറി, എനിക്ക് വഴക്ക് പറയാനും എനിക്ക് അടി കൂടാനൊക്കെ നീ മാത്രമല്ലേ ഉള്ളൂ, എന്നെ പരിഭവമാക്കാൻ ഞാൻ ആരോട് പോയി പറയും, എല്ലാത്തിനും നീ മാത്രമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ ഇരിക്കുക, എന്താണ് ഇത്രയും റിസ്ക് ഒക്കെ എടുത്ത് വന്നിട്ട് അങ്ങനെ അങ്ങ് നിന്നെ വിടാവോ എന്ന് പറഞ്ഞിട്ട് എന്താണ് അവന്തിക പരിസരം മറന്ന് തന്നെ എന്താണ് ധനുഷിനടുത്ത് പ്രേമിക്കുവാണ്. അപ്പം അങ്ങനെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ബെഡിനകത്തിരുന്ന് കെട്ടിപ്പിടിച്ചിരിക്കുന്നതായി കാര്യങ്ങളൊക്കെ ഇതുപോലെ. അപ്പോൾ അവന്തിക ധനുഷിന് പറഞ്ഞു, നമുക്ക് ഇതുപോലെ ഒരു വീടും ഇതുപോലെ ഒരു ബെഡ്റൂമും ഇതുപോലെ ഇതിനകത്ത് നമുക്ക് സ്വസ്ഥമായിട്ട് നീയും ഞാനും മാത്രമായിട്ട് ഇരിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും അതൊന്നും നടക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ പ്ലാനൊക്കെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലത്തെ ബെഡ്റൂമല്ല, നമ്മൾ ആദ്യം കുറച്ച് നാൾ ഇതേ ബെഡ്റൂമിൽ തന്നെ നമ്മൾ ഇതുപോലെ സന്തോഷമായിട്ടിരിക്കും, ഇതേ വീട്ടിൽ തന്നെ എന്ന് പറയുന്നുണ്ട്. കാരണം ഇവരുടെ പ്ലാൻ എന്ന് പറയുന്നത് ആ വീട്ടിൽ നിന്ന് എല്ലാവരെയും അടിച്ച് പുറത്താക്കി ആ വീട് തന്നെ സ്വന്തമാക്കി അവിടെ രാജാവ് റാണിയായിട്ട് വാഴണമെന്നാണല്ലോ രണ്ടിൻ്റെയും പ്ലാനൊക്കെ.
അപ്പോൾ ആ പ്ലാനൊക്കെ രണ്ടെണ്ണം കൂടെ എന്ന് സംസാരിക്കുമ്പോഴത്തേക്കും അവന്തിക പെട്ടെന്ന് പറയും, അയ്യോ നിന്നെ കണ്ടപ്പോൾ ഞാൻ പരിസരം മറന്ന് അങ്ങ് നിൽക്കുവാണ്, നിന്നെ കാണുമ്പോൾ അല്ലെങ്കിൽ എനിക്കിതാണ് കാര്യം, ഞാൻ എല്ലാ പരിസരവും അങ്ങ് മറന്നു പോകും, അങ്ങനെ അങ്ങ് നിന്നെ സംസാരിക്കും, ആരെങ്കിലും ഇവിടെ കയറി വന്നാൽ ഇവിടുത്തെ ക്യാമറയെക്കാളും വലിയ കണ്ണുകളാണ് ഇവിടെയുള്ള മനുഷ്യന്മാരുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ എന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും ധനുഷ് പറയുന്നുണ്ട്, അതൊന്നും വേണ്ടി വരത്തില്ല, ഇനി ഞാനിവിടെ എപ്പോഴും വേണമെങ്കിലും ഈ ബെഡ്റൂമിൽ കയറി വരത്തക്ക രീതിയിൽ ഒരാളായി മാറി ഇവിടുത്തെ എന്തെങ്കിലും ഒരു പണി ഒപ്പിച്ചിട്ട് ഇന്ന് ഞാൻ ഇവിടുന്ന് പോത്തുള്ളൂ എന്ന് ധനുഷ് അവന്തിക എടുത്ത് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എന്താണ് സ്നേഹനെ വട്ടത്തിലാക്കാനായിരിക്കും ഇവൻ ഈ പറയുന്ന പ്ലാൻ. പക്ഷെ അതൊന്നും അവന്തികയോട് ഇവൻ ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ അവന്തികയും അത് കേട്ട് എന്താണ് ഓക്കെ എന്ന രീതിക്ക് അത് മട്ടിനകത്ത് നിൽക്കുമ്പോഴത്തേക്കും പിന്നെ പുറത്ത് കാണിക്കുന്നത് സ്നേഹ എന്താണ് വീണ്ടും ചെടിക്ക് വെള്ളം ഒഴിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ അച്ചു സ്നേഹ എടുത്ത് വരുന്നത്. നിൻ്റെ വെള്ളം ഒഴിപ്പൊന്നും തീർന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴേ തീർന്നതിനെ ഏട്ടത്തി. അപ്പോഴാണ് അയാൾ വന്ന്, ആര്? ഓഫീസിൽ ധനുഷോ? ഏട്ടത്തി ആ ധനുഷ് തന്നെ ഓഫീസിൽ നിന്ന് അന്ന് വന്നില്ലേ, ആ ധനുഷ് തന്നെ. അപ്പോഴത്തേക്ക് എന്നിട്ട് അയാൾ എന്തിനായി വന്നത് എന്ന് അർച്ചന ചോദിക്കുമ്പോഴത്തേക്കും പറഞ്ഞു, അയാൾ എന്തോ വലിയ ഇമ്പോർട്ടൻ്റ് ആയ ഫയലൊക്കെ കൊണ്ടാവുന്നത്, ഏട്ടനെ കൊണ്ട് ഒപ്പിടിപ്പിക്കാനാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഏട്ടൻ ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞില്ലേ, നന്ദേട്ടൻ ഇപ്പോഴൊന്നും വരത്തില്ലല്ലോ. അത് ഞാൻ പറഞ്ഞു, അത് പറഞ്ഞിട്ട് അയാളതൊന്നും കേട്ടില്ല, അയാൾ പിന്നെ അവിടെ തന്നെ നിൽക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അയാളോട് സംസാരിച്ചെന്നാൽ ഏട്ടത്തി സമയമൊക്കെ പോയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇനി ഇതുപോലെ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ വന്നോ കാര്യങ്ങൾ അന്വേഷിച്ചോ അവരപ്പം തന്നെ പറഞ്ഞു വിട്ടേക്കണം, മനസ്സിലായോ? അത് വന്നു എന്നുള്ള കാര്യം എൻ്റെ അടുത്ത് നീ അറിയിപ്പിക്കാൻ വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഇതൊക്കെ അർച്ചന ഉപദേശിക്കുമ്പോഴും നമ്മുടെ എന്താണ് സ്നേഹയുടെ മുഖത്ത് ആ ഒരു ഉപദേശം കേട്ട ഭാവം കറക്റ്റായിട്ട് ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഏട്ടത്തി ഓവറായിട്ട് കയറി പറഞ്ഞാണെന്നുള്ള ഒരു ന്യൂജൻ ചിന്താഗതി മനസ്സിനകത്തുള്ളത് നമുക്ക് മുഖത്ത് റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. അപ്പം അതിന് അയാൾ പോയില്ലല്ലോ ഏട്ടത്തി, അയാൾ നമ്മുടെ ഡ്രോയിങ് റൂമിൽ ഇരിപ്പുണ്ട്, ഏട്ടത്തി കണ്ടില്ലേ? അപ്പം പറയുന്നുണ്ട്, ഇല്ല ഞാൻ കണ്ടില്ല, ചിലപ്പോൾ ഏട്ടത്തി ശ്രദ്ധിച്ച് കാണാത്തതായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് അർച്ചന ഉടൻ തന്നെ എന്താണ് തിരിച്ച് പോയി നോക്കുമ്പോൾ ഡ്രോയിങ് റൂമിനകത്ത് ധനുഷില്ല, ധനുഷിൻ്റെ ബാഗ് മാത്രം സോഫയ്ക്കകത്ത് ഇരിപ്പുണ്ട്. അപ്പോഴേ നമ്മുടെ അർച്ചനയ്ക്ക് ഡൗട്ട് അടിച്ച്. കാരണം എന്താണ്, ഈവൻ ചിലപ്പം അവന്തികയുടെ കൂടെ ബെഡ്റൂമിൽ കാണുമെന്നുള്ള ഡൗട്ടിനകത്ത് അർച്ചന ആ ഡൗട്ട് കൺഫേം ആക്കാൻ തന്നെ എന്താണ് നേരെ അവന്തികയുടെ ബെഡ്റൂമിലേക്ക് ചെന്ന് ആ ഡോറ് ധനുഷ് ചാരി മാത്രമല്ലേ വെച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ ആ ഡോറ് ചാരിയതിന് എന്താണ് നേരെ അർച്ചന മെല്ലെ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ അതൊരു കോറിഡോറല്ലേ. അപ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നല്ലോ. ധനുഷ് അതിന് മുന്നേ അവന്തിക അടുത്ത് ചോദിച്ചത് നമ്മുടെ അടുത്ത പ്ലാൻ എന്താണെന്ന് നീ പറ എന്ന് അവന്തിക അടുത്ത് ചോദിച്ചത്. അതിനുശേഷം എന്താണ് ധനുഷ് നേരെ ഈ അർച്ചു നമ്മുടെ റൂമിൽ കയറി വരുമ്പോഴും ധനുഷ് നേരെ എന്താണ് ചോദിക്കുന്നത്, താൻ അടുത്ത പ്ലാൻ ഒന്നും പറഞ്ഞില്ലല്ലോ, താൻ ഈ ആലോചന നിൽക്കുന്നല്ലേ ഉള്ളൂ എന്ന് അവന്തിക അടുത്ത് പറയുന്നതും അവന്തിക തിരിഞ്ഞു നിന്ന് അവന്തിക നേരെ ധനുഷിലേക്ക് മുഖം തിരിക്കുന്നതും നേരെ അർച്ചനെ കാണുന്ന ഒരുമിച്ചിരുന്ന്. ചിലപ്പോൾ അർച്ചന എന്താണ് ഈ പറഞ്ഞ കാര്യം കേട്ടിട്ടുണ്ടാവും, താൻ എന്ന് എന്താണ് അവന്തികയെ വിളിച്ച് സംസാരിച്ചതിൻ്റെ കാര്യം താനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ചിലപ്പോൾ അർച്ചന കേട്ടിട്ടുണ്ടാവാം. അപ്പോഴത്തേക്ക് എന്താണ് അർച്ചന ഒരു രൂക്ഷമായി നോക്കുന്നു, അവന്തിക ഭയന്നു. അതുപോലെ തന്നെ ധനുഷ് അപ്പോഴും എന്താണ് അച്ചുവിനെ കണ്ടിട്ടില്ല. ഉടനെ അച്ചു നേരെ വന്നിട്ട് ഒരു നോട്ടം നോക്കുന്നു. അപ്പോഴാണ് എന്താണ് ധനുഷ് എന്താണ് അവന്തികയുടെ മുഖം മാറ്റി നേരെ അർച്ചനയെ കാണുന്നത്. ഉടനെ ധനുഷും ഞെട്ടി, അവന്തിക അതുപോലെ തന്നെ ഞെട്ടി. അപ്പോഴത്തേക്കും രണ്ടുപേരും കൂടെ ഒരുമാതിരി വിരളി നിന്നിട്ട് ധനുഷ് എന്താ ചോദിക്കുന്നത്, അർച്ചന എന്നെ മനസ്സിലായില്ലേ, ഞാൻ ധനുഷ്, ഞാൻ കമ്പനിയുടെ പുതിയ വൈസ് പ്രസിഡൻറ്റ്. അതൊക്കെ മനസ്സിലായി, കമ്പനിയുടെ വൈസ് പ്രസിഡൻ്റാന്നൊക്കെ മനസ്സിലായി. പക്ഷേ ഇവിടെ വൈസ് പ്രസിഡന്റ് എന്തിനാ MDയുടെ ബെഡ്റൂമിനകത്ത് എന്താ കാര്യം എന്ന് ചോദിച്ചു. ധനുഷ് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതുപോലെ തന്നെ അവന്തികയും ഈ ഒരു ക്വസ്റ്റ്യൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ നേരിട്ടപ്പോഴത്തേക്കും ധനുഷ് എന്ന ഒരുമാതിരി വെകളിതാക്കുക, അത് ഞാൻ പിന്നെ നന്ദൻ സാറിനെ കണ്ട് ഒപ്പിടാൻ വേണ്ടി വന്നതാ കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നന്ദൻ സാറിനെ കണ്ട് ഒപ്പിടാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്തിനാ കാര്യം എന്നാണ് ചോദിച്ചതെന്ന് പറയുന്നത്. അപ്പം വീണ്ടും അർച്ചന ചോദിക്കുന്നത്, തൻ്റെ പേരെന്തോന്നാണ് പറഞ്ഞത്? ധനുഷ് അല്ലേ? അവിടെ ഇവൻ പറയും ധനുഷ് എന്ന് പറയുമ്പോഴത്തേക്കും ധനുഷ് ഇതിന് മുന്നേ ഇവിടെ വർക്ക് ചെയ്യാൻ വരുന്നതിന് മുമ്പേ വേറെ പല കമ്പനികളും വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണല്ലോ കേട്ടത്. അതെ, അവിടെ എങ്ങനെയായിരുന്നു, അവിടെ ഇങ്ങനെയാണോ മുതലാളിമാരെ കാണാൻ വന്നു കഴിഞ്ഞാൽ മുതലാളിയുടെ കടപ്പറയിൽ കയറി ഇരിക്കുന്നതാണോ പരിപാടി എന്ന് ചോദിക്കുന്നു. ഇത് കേട്ടതും അയ്യട എന്നായി പോവുകയാണ് നമ്മുടെ എന്താണ് ധനുഷിൻ്റെ പ്രിയ കാമുകി അല്ലെങ്കിൽ പ്രിയ പത്നിയായ നമ്മുടെ അവന്തിയും കൂടെ എന്താണ് അത്ര ഇരിക്കത്ത് വെള്ളം കുടിച്ചു വിളറി. അതാണ് ഏറ്റവും വലിയ സത്യം. അപ്പോഴത്തേക്ക് എന്താണ് ഓഫീസിലെ കാര്യങ്ങൾ ഓഫീസിനകത്ത് നിൽക്കണം, അല്ല ഓഫീസിലെ കാര്യങ്ങൾക്ക് വേണ്ടി വീട്ടിൽ വന്നാൽ അത് സ്വീകരണം മുറിക്കാതിരിക്കണം, അല്ലാതെ മുതലാളിയുടെ കിടപ്പറയിൽ കയറി ഇരുന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. അത് പിന്നെ അർച്ചന ഞാൻ അങ്ങനെയൊന്നും വന്നതല്ല, ഇവിടെ വന്നപ്പോഴത്തേക്കും സാറില്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അവന്തിക മാഡത്തിനെ കണ്ട് അവന്തിക മാഡത്തിൻ്റെ അടുത്ത് കുറച്ച് ഓഫീസ് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഇരുന്നു എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും അതിന് ഓഫീസ് കാര്യങ്ങൾ സംസാരിക്കാൻ ഇപ്പം ഈ മാഡം ഓഫീസിൽ ആരുമല്ലാന്ന് എന്നെക്കാളും കൂടുതൽ ഓഫീസിൻ്റെ വൈസ് പ്രസിഡൻറ്റിനെ അറിയത്തില്ലേ എന്ന് ധനുഷിൻ്റെ ദേഷ്യത്തിൽ തന്നെ ചോദിക്കുന്നു. ഭയങ്കര സ്റ്റാൻഡിനകത്താണ് അർച്ചന സംസാരിക്കുന്നത്. ഞാൻ സൂപ്പർ സ്റ്റാൻഡിനകത്ത്, അതായത് എങ്ങനെ ആൾക്കാരെ നിലനിർത്തണം എന്നതിൻ്റെ അടിപൊളി ഭാഗമാണ് ഇന്ന് അർച്ചന കാണിച്ചത്.
അപ്പോഴത്തേക്കും ഓഫീസിൻ്റെ വൈസ് പ്രസിഡൻറ്റിന് എന്നെക്കാളും കൂടുതൽ അറിയാമല്ലോ, ഈ മാഡം ഇപ്പം കമ്പനിയിൽ ആരും അല്ല എന്നുള്ള കാര്യം കൂടുതൽ അറിയാമല്ലോ. അപ്പം അത് പറയുമ്പോഴത്തേക്കും ഇത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഉരുണ്ട് കയറുകയാണ്. അപ്പോഴത്തേക്കും എന്താണ്, ഈ അവന്തിക്ക് അർച്ചനയെ പിച്ചിക്കിരിക്ക് ഒന്നാ കൊള്ളാം എന്നുള്ള ദേഷ്യത്തിനകത്ത് അവന്തിക അർച്ചനയെ നോക്കി നിൽക്കുന്നു. അപ്പോഴത്തേക്കും ധനുഷ് പറയുന്നത്, അത് പിന്നെ അർച്ചന എന്ന് പറയും. ആ അർച്ചനയെന്നോ, താൻ എന്തോ എന്നെ വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് എന്താണ് അർച്ചന ഒരു പ്രതീക്ഷിക്കാത്ത രീതിക്ക് വീണ്ടും ട്വിസ്റ്റ് ഇടുമ്പോഴത്തേക്കും അവന്തിക വീണ്ടും നോക്കും, ഇവൾക്ക് എന്തോ പറ്റി, ഇവളെ ഇനിയിപ്പം വേറെ എന്തെങ്കിലും വിളിക്കും, അർച്ചനെ വിളിക്കുക, വേറെ എന്ത് വിളിക്കണം എന്നുള്ള ഭാവത്തിനകത്ത് അർച്ചനയെ നോക്കുന്നു. അപ്പം ധനുഷിനും എന്ത് പറയണമെന്ന് മനസ്സിലാവാതെ നോക്കുമ്പോഴത്തേക്കും അർച്ചന പറയുന്നു, ആ മാഡത്തിനെ താൻ മാഡം എന്ന് വിളിച്ചെങ്കിൽ എന്നെയും അങ്ങനെ തന്നെ വിളിക്കണം. ഞങ്ങൾ 2 പേർക്കും ഒരേ അവകാശം തന്നെയാണ് ഉള്ളത്. കാരണം 2 പേര് 2 MDമാരുടെ വൈഫാണ്, 2 പേര് 2 MDമാരുടെ ഭാര്യയാണ്. അതുകൊണ്ട് എനിക്കില്ലാത്ത ഒരു കൊമ്പും ആ മാഡത്തിനുമില്ല, ആ മാഡത്തിനില്ലാത്ത ഒന്നും എനിക്കില്ലായ്മയില്ല എന്ന് പറഞ്ഞിട്ട് അർച്ചന എന്താണ് നേരെ കയർത്ത് കയറുവാണ്. അപ്പം പിന്നെ എന്താണ് ധനുഷ് മനസ്സോടെ തനിക്ക് പറഞ്ഞാൽ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ധനുഷ് പറയുന്നുണ്ട്, അത് മനസ്സിലായ അർച്ചന മാഡം എന്ന് പറഞ്ഞിട്ട് എന്താണ് ഒരു ഗ്യാപ്പിട്ട് പറയുന്നു. അവന്തിക്കാണെങ്കിൽ ധനുഷിനെ കൊണ്ട് മാഡം എന്ന് വിളിപ്പിച്ചിട്ട് അത് ഭയങ്കര കലിക്കാതെ തന്നെ ഇരിക്കുവാണ്. അപ്പോഴത്തേക്കും തന്നോട് പറഞ്ഞതാ ഈ റൂമിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിപ്പോ എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും എന്താണ് അർച്ചന എന്താണ് ഈ കമാൻഡിങ് പവർ കൊടുക്കുമ്പോഴത്തേക്കും ഈ അവന്തിക്ക് അങ്ങ് ഞെട്ടിപ്പോവാണ്. തനിക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ, ഈ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോവാനാ പറഞ്ഞത്, ഇറങ്ങിപ്പോ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് വന്നു കഴിഞ്ഞാൽ സ്വീകരണ മുറി, അതിൻ്റെ അപ്പുറത്തോട്ടേക്ക് ഇങ്ങോട്ടേക്ക് കിടക്കാൻ പാടില്ല എന്നും കൂടെ വാർണിംഗ് കൊടുത്തിട്ടാണ് അർച്ചന വിടുന്നത്. ധനുഷ് എന്താണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അത് അവന്തിക്ക് ഭയങ്കര ഇൻസൾട്ടായി. എന്നിട്ട് അവന്തിക്ക് അടുത്ത് പറയുന്നുണ്ട്, വീട്ടിലെ ആണുങ്ങളെ കാണാൻ വല്ലവരും വന്നാൽ അത് കിടപ്പുമുറി വിളിച്ച് അവരെ സംസാരിപ്പിക്കുക എന്ന് പറയുന്ന അത്ര നല്ല ശീലത്തിനകത്തല്ല. അറിയത്തില്ലാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ വല്ലയിടത്തും ചോദിച്ച് മനസ്സിലാക്കണം. ഇതൊന്നും അത്ര നല്ല സ്വഭാവത്തിൽ ചേർന്നതല്ല എന്ന് അവന്തിക്ക് കൊടുക്കാനുള്ളതെല്ലാം എന്താണ് എങ്ങനെ ആയിരിക്കും സ്ത്രീ എന്നതിൻ്റെ ഒരു ഒപ്പീനിയൻ അവന്തിക്കും കൊടുക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന അപ്പോഴത്തേക്കും നന്ദൻ കയറി വരുന്നു. അപ്പോഴത്തേക്കും ധനുഷ് എന്താണ് കമ്പനിയുടെ ഫയൽ കൊടുത്തിട്ട് 1 കോടി രൂപ മാറ്റം ഉണ്ടായിരുന്നത് സേതു സാറിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റി കഴിഞ്ഞു, അതുകൊണ്ട് ഇനി കുഴപ്പമൊന്നുമില്ല, കമ്പനിക്ക് എല്ലാ വർഷത്തെക്കാളും കൂടുതൽ പ്രോഫിറ്റ് ഈ വട്ടം കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ അതൊക്കെ കേട്ട് എന്താണ് ഇമ്പ്രസ് ആയിട്ട് ആരും ഇപ്പോൾ ഉണ്ട് നമ്മുടെ സ്നേഹ ഇതൊക്കെ കേട്ട് ധനുഷിൻ്റെ കാലിബർ കൊണ്ടാണെന്ന് ഈ വട്ടം ഇത്ര പ്രോഫിറ്റ് കിട്ടിയത് ധനുഷിൻ്റെ ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്ത കൊണ്ടാണ് നന്ദൻ പറയുന്നതും കേട്ട് അവിടെ സ്നേഹ ധനുഷിനെ വായി നോക്കി നിൽപ്പുണ്ട്. ധനുഷും അതുപോലെ തന്നെ സ്നേഹം നല്ലപോലെ വായി നോക്കുന്നുണ്ട്. എനിക്ക് തോന്നി ഇവൻ നന്നായി ട്രാപ്പ് ചെയ്ത് സ്നേഹയുടെ ഭർത്താവാനൊക്കെയുള്ള ശ്രമമായിരിക്കും അവിടെ നടത്തുന്നത് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇതാണ്. താങ്ക്